പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? പക്ഷെ ഇതിന് കറമൂസ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. കോഴിക്കോട് ഭാഗത്ത്, കോഴിക്കോട് എല്ലായിടത്തും ഉണ്ടോന്ന് ഞാൻ അറിയില്ല, പക്ഷെ ഞാൻ പയ്യോളിയാണ്. ഇവിടെ നമ്മൾ ഇതിനെ കറമൂസ എന്ന് പറയും. ഇതിനെ കൊണ്ട് നമ്മൾ ഇന്ന് ഉപ്പേരിയാന്നേ വെക്കാൻ പോകുന്നത്. ക്യാമറയിൽ നോക്കി ചെയ്യുമ്പോൾ അങ്ങോട്ട് ഒന്നും ശരിയാവില്ല. നോർമലി ഞാൻ മര്യാദയ്ക്ക് മുറിക്കുന്നതാ. ഇതിപ്പോ ക്യാമറ ഉള്ളതുകൊണ്ട് എന്താ അങ്ങോട്ട് കുളമായി കിട്ടി, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ക്യാമറ എല്ലാം ഓഫാക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ സെറ്റാക്കി ചെത്തി എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനിയാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു സാധനം, ഇതിന്റെ പേര് എനിക്ക് അറിയില്ല, ഈ സാധനത്തിലിട്ടിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഉരച്ചു കൊടുക്കണം. അങ്ങനെ തന്നെ പറയാൻ തോന്നുട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാ, അത് ഇതുപോലെ കിട്ടും. തേങ്ങ ചെറിയ മാതിരി ഇല്ലേ, ഇതേപോലെ കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉള്ളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് രണ്ടും കൂടി അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില മറന്നുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റായി വന്നത് ഇതുപോലെ ഇരിക്കും. നല്ല രസത്തിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയെല്ലാം വെച്ചിട്ട് അതിലേക്ക് ലേശം കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മളെ ഉപ്പേരി അതിലേക്ക് തട്ടിക്കൊടുത്ത്, ഇത് ഞാൻ കുറച്ച് നാളുകളിലുണ്ട് പഠിച്ചൊരു സ്കില്ലാട്ടോ. എങ്ങനെയുണ്ട്, സൂപ്പർ. ചട്ടകമില്ലാതെ എങ്ങനെ ഇളക്കാം, ഊണൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഇങ്ങനെ ഇളക്കാൻ പറ്റും. അത് കുറച്ച് അടുക്കളയിലൊക്കെ നിന്നാലും നമ്മളിങ്ങനെ സെറ്റ്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വേവാനുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ എന്നിട്ട് അതിന്റെ മേലേക്ക് അങ്ങോട്ട് ഞാനിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? കഴിക്കാൻ തോന്നില്ലേ? ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.